ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളും റാഹത്തായിട്ട് പോകണം കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ 7ാമത്തെ നോമ്പും കഴിഞ്ഞു, തറാവിയും കഴിഞ്ഞു. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള നോമ്പും എല്ലാവർക്കും നോൽക്കാനുള്ള ആരോഗ്യ ആഫിയത്തും അല്ലാഹു തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് നമ്മളെ സ്പെഷ്യൽ എന്തൊക്കെയാ വെച്ചാൽ മക്കളെ, നമ്മളെ കാക്കൂല്ലട്ടോ. അപ്പോൾ കാക്കു വരാനിട്ട് ഇന്നലെ പോയതാണ്. അപ്പോൾ എത്താനിട്ട് ആകെ മൂഡ് ഓഫാണ്. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഫുഡും കാര്യം ഉണ്ടാക്കാമല്ലോ, ഒന്നും അല്ല. അപ്പോൾ ഞാൻ എന്താപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയല്ലോ വിചാരിച്ച്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതല്ലോ അതൊക്കെ. പിന്നെ പറഞ്ഞാൽ നമ്മളെ അമ്മക്ക് ചോറ് ഐറ്റംസ് ഒന്നും പറ്റൂല കേട്ടോ, പറ്റാത്തൊരവസ്ഥയാണ്. ഗ്യാസ് നല്ലപോലെ ഉണ്ട് ഇപ്പം. അപ്പോൾ കാര്യമായിട്ടുള്ളൊരു ഫുഡൊന്നും അമ്മക്ക് ഇപ്പോൾ കഴിക്കാൻ പറ്റൂല. അതുപോലെ സ്നാക്കും കാര്യമൊക്കെ കഴിയണവും ഞങ്ങൾ ഒഴിവാക്കലാണ്. അപ്പോൾ പിന്നെ എന്നാണെങ്കിൽ കാക്കൂല്ല വരാത്ത അങ്ങനത്തെ ഒരു മൂഡ് ഓഫും ഉണ്ട്. അപ്പോൾ ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ നെയ്ച്ചോറ് വെക്കണം. പിന്നെ അമ്മക്ക് ഞാൻ കുറച്ച് കലക്കി അപ്പം ചുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒക്കെ തന്നെ ഇന്ന് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓരോക്കെ 2 ദിവസം 3 ദിവസം ഉണ്ടാക്കും. പിന്നെ അത് വേണ്ട, ഇങ്ങനെ മാറ്റി ഉണ്ടാക്കി എല്ലാ കടിയും 30 നോമ്പാകുമ്പോൾ തന്നെ എല്ലാവർക്കും മടുപ്പ് വരുമല്ലോ. അപ്പം ഇന്നിപ്പോൾ ഞങ്ങളങ്ങനെ വിചാരിച്ച് കുറച്ച് നെയ്ച്ചോറ് വെക്കാൻ അമ്മക്ക് കലക്കി ചുട്ട അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ച്. പിന്നെ നെയ്ച്ചോറ് ഇപ്പോൾ 2 ആക്കാട്ടോ ഇപ്പോൾ ഉണ്ടാക്കണത്. വളരെ കുറച്ചാണ് ഉണ്ടാക്കണത്, കാരണം പൊരിച്ചൊക്കൊന്നും കഴിക്കൂല. അങ്ങനെ ഞാൻ ചോറ് കുക്കറിൽ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കന് കുറച്ച് കറിയാക്കി അതും വെക്കാൻ വിചാരിച്ചു. അപ്പോൾ കറി വെക്കാൻ ഒരുപാട് കറിയൊന്നും വേണ്ടല്ലോ, കുറച്ച് കറി പോലെ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് പൊടികളൊക്കെ ഇട്ടുങ്ങാണ്ട് ഉണ്ടാക്കുക. പിന്നെ ഇതാ ചിക്കനൊക്കെ കഴുകി ക്ലീനാക്കിയതിൻ്റെ ശേഷം ഞങ്ങൾ മസാലപ്പൊടികൾ കുറേശ്ശെ ചേർത്തുങ്ങാണ്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്നിനും ഒരു മൂഡില്ല, ഞാൻ പറഞ്ഞില്ലേ. എന്തോ ഒരു അബയിൽ അങ്ങനെ ഉണ്ടാക്കുകയാണ്. അത് ഓർക്കുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ഇല്ലാക്കാൻ പറ്റൂലല്ലോ, അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ വളരെ ഒരു എന്താ പറയുക, എന്തോ ഒരു സംഭവം അത് ഞങ്ങൾ ആകെ പേടിപ്പെടുത്തുന്നൊരു സംഭവം ഇന്നലെ രാത്രി ഉണ്ടായിട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ചട്ടി ഇതാ ഞാൻ ഈ ഉണ്ടാക്കണേ, ഈ നോൺ സ്റ്റിക്ക്. ഇത് ഞാൻ ഗ്യാസുമ്പോൾ തലേ ദിവസം രാത്രി ബാക്കി വന്ന കറി ഉണ്ട് തന്നെ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കണില്ലായിരുന്നു നല്ലത്, തിളപ്പിച്ച് വെച്ചലാന്ന് പറഞ്ഞിട്ട് അമ്മ. അപ്പോൾ ഞാനത് എന്താക്കി, ഗ്യാസുമ്പോൾ വെച്ചങ്ങാണ്ട് ലൈറ്റൊക്കെ ഓഫാക്കി ഡോറ് ഒക്കെ അടച്ചതിന് ശേഷം ഞങ്ങൾ കിടക്കാൻ പോയിട്ട് കടന്നിട്ടില്ല, ഫോൺ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ സംഭവം കിച്ചണിൽ ഞങ്ങൾ എല്ലാവരും പോകുന്നു പറഞ്ഞാൽ ഇങ്ങനെ കത്തിയാലും ഇതിന് ഒരു അനക്കം കാര്യമൊന്നും ഉണ്ടാവില്ല, നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ലല്ലോ. നേരെ മറിച്ച് കറണ്ട് അടുപ്പാണെങ്കിൽ അതിൻ്റെ ആ സൗണ്ടും കാര്യമൊക്കെ ഉണ്ടാവില്ലേ. ഇതാണ് ഫുൾ ഫ്ലെയിമിൽ ഇട്ടുങ്ങാണ്ടാണ് കേട്ടോ ഞാൻ തിളപ്പിക്കണത്. അത് മറന്നുങ്ങാണ്ട് വന്ന് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ എന്തോ ഒരു കരിഞ്ഞ പോലെ വാസന ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എവിടെ നിന്നപ്പോൾ ഈ വാസന എന്ത് ഞാൻ പെട്ടെന്ന് എനിക്കൊണ്ട് ഓർമ്മയിൽ ഞാൻ ഓടിച്ചെന്ന് വാതിലൊക്കെ തുറന്നു നോക്കിയപ്പോൾ തന്നെ ആകെ ഫുള്ള് പുകഞ്ഞ് ചട്ടിയൊക്കെ പിടിച്ച ചട്ടിയൊക്കെ എന്തൊക്കെ അയക്കണം കേട്ടോ. പിന്നെ ഫുള്ള് പുകയിന് വർക്ക് ഏരിയ ആയാലും വാതിൽ തുറന്നതിന് ശേഷം ഫുള്ള് റൂമുക്കും വലിയ പിന്നെ മെയിൻ കിച്ചണക്കൊക്കെ കയറിയിരിക്കണേ. ആകെ ഫുള്ള് പുക. ആകെ എന്താ പറയുക, ഒരു വലിയൊരു അപകടം ഞങ്ങളതിന് അപകടം സംഭവിക്കേണ്ടതിന്. പക്ഷേ അല്ല നമ്മളെ കാത്തു കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞാൻ ഈ ചട്ടി അടി കുറച്ച് കറി പോയി. അതുമല്ല ചട്ടിൻ്റെ ഗ്യാസ് എന്തോ പൊട്ടിത്തെറിക്കാൻ എന്തോ ഭാഗ്യം. അത് പറ്റി ഞങ്ങൾ കടന്നിട്ടാണെങ്കിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടായിനി. അല്ലാതെ നമ്മളെ ഭാഗത്തു അങ്ങനെ തന്നെ പറയാം. അങ്ങനെ നമ്മൾ ചട്ടീൻ്റെ ഫുള്ള് പുറം ഭാഗത്തില്ല റെഡ് കളറ് മാറി മങ്ങി കളറായി ഇപ്പോൾ. അങ്ങനെയൊക്കെ ഉണ്ടായി. ഏതായാലും അള്ളാഹു കാത്തു എന്ന് തന്നെ പറയാം നമുക്ക്. അത്രയും വലിയൊരു സംഭവമാണ് കേട്ടോ ഉണ്ടായത്. കാരണം അത് ഓഫാക്കാതെ അറിയാതെ നമ്മൾ ഉറക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നത്തെ അവസ്ഥയ്ക്ക് എന്തേ കാലം. അപ്പോൾ നമ്മളെയൊക്കെ പ്രാർത്ഥന കൊണ്ടും ഒക്കെ ഈ കാലം ആ വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞങ്ങളെ വീടും ഞങ്ങളൊക്കെ പോയിനി. അങ്ങനെ ഇതാ നമ്മളെ ഫുഡും കാര്യമൊക്കെ സെറ്റായി റെഡി ആയി കിട്ടിക്കണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.